പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കരങ്ങളിലേക്ക് എളിയവരായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ വന്നിറയണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥനായ, തിരുസഭയുടെ പാലകനായ, നന്മരുടെ മധ്യസ്ഥനായ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ, കന്യാവൃതക്കാരുടെ കാവലക്കാരനായ വിശുദ്ധ യൗസേപ്പിതാവേ, പ്രത്യേകമായി അങ്ങയുടെ തിരുനാൾ കൊണ്ടാടുന്ന ഈ ദിനം സ്നേഹത്തോടെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അവിടുത്തെ ശക്തമായ കരം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, സ്വർഗീയ ദൂതവൃന്ദഗണങ്ങളെ, കാവൽ മാലാഖമാരെ കൂടെയായിരിക്കണമേ. ശാലോം ടെലിവിഷൻ്റെ സ്നേഹമധ്യസ്ഥനായ, സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഈശോയുടെ ദിവ്യ സ്നേഹത്തിൽ, ദിവ്യകാരുണ്യത്തിൽ നിറച്ച് അനുഗ്രഹിക്കുവാൻ അങ്ങ് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ചേർത്ത് പിടിക്കണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുക്കുടുംബത്തിൻ്റെ നാഥനായ, തിരുസഭയുടെ പാലകനായ, നന്മരുടെ മധ്യസ്ഥനായ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ, കന്യാവൃതക്കാരുടെ കാവൽക്കാരനായ, അതെ, വിശുദ്ധരുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യൗസേപ്പിതാവ്. യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ഹൃദയപൂർവ്വം മക്കൾ കൊണ്ടാടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ഈശോ വിശുദ്ധ ജർത്രൂദിനോട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗം എന്തു പറഞ്ഞോ അപ്പോൾ ജോസഫ് അനുസരിച്ചതുകൊണ്ട് ജോസഫ് എന്തു പറയുന്നു അപ്പോൾ സ്വർഗം അനുസരിക്കും. ഈശോ പറഞ്ഞു, അതെ, എൻ്റെ ഈ വത്സല പിതാവുണ്ടല്ലോ, സ്വർഗം കൊടുത്ത കൽപ്പന, സ്വപ്നത്തിലൂടെ പോലും കിട്ടിയ ആ ദർശനം അതേപടി വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് സ്വർഗം എന്തു പറഞ്ഞോ അപ്പോൾ ജോസഫ് അനുസരിച്ചതുകൊണ്ട് ഇന്ന് ജോസഫ് എന്തു പറയുന്നു അപ്പോൾ സ്വർഗം അത് കേൾക്കുമെന്ന ഈശോ വിശുദ്ധ ജർത്രൂദിന് കൊടുത്ത സ്നേഹ സന്ദേശം. അതേ പ്രിയമുള്ളവരെ, യൗസേപ്പിതാവിനോട് വിശ്വാസപൂർവം നമ്മൾ ചോദിക്കുന്ന ഏതു കാര്യത്തിനും അത് കേവലം ഭൗതികമായ കുറേ കാര്യമല്ല, മറിച്ച് എപ്പോഴും വിശുദ്ധരോടുള്ള ഈ ബന്ധം ആഴമായി എൻ്റെ കർത്താവിൽ ഊട്ടിയുറപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ നിറവായി മാറണം എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധരെല്ലാം നമ്മളെ നയിക്കുന്നത് യേശുവിലേക്കാണ്, യേശു എന്ന രക്ഷയിലേക്കാണ്. അപ്പോൾ ഈ യൗസേപ്പിതാവ് ഈശോയെ ഓരോ നിമിഷവും ദൈവോന്മുഖമായി വളർത്തി. എത്ര നന്നായി വളർത്തിയത്! അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ എല്ലാം നന്നായി ചെയ്യുന്നു. ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞ കാര്യമാണ്. യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് ഈ ശിഷ്യന്മാർ എങ്ങനെയാണ് പറയുന്നത്? അവൻ എല്ലാം നന്നായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈശോ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുക. കാരണം എന്താ? പിന്നിലേക്കൊന്ന് നോക്കിക്കേ, 2 പേര്, അത് പരിശുദ്ധ അമ്മ യൗസേപ്പിതാവും. ഈശോ എല്ലാം നന്നായി ചെയ്യുമ്പോൾ 2 പേരും അവരുടെ ഈശോയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇതാ പ്രചോദനം നൽകുകയാണ്. അങ്ങനെ കാണാം നമുക്ക്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ശാന്തത, വിനയം, വിശുദ്ധി, വിശ്വസ്തത, വിവേകം, വിരക്തി, എല്ലാ സുഹൃതങ്ങളും ഈ യൗസേപ്പിതാവിൻ്റെ കരങ്ങളിലുണ്ട്, അമ്മയുടെ കരങ്ങളിലുമുണ്ട്. അതെ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇതൊക്കെ കുടികൊള്ളുമ്പോൾ വിനയം, വിശുദ്ധി, എളിമ, അനുസരണം, ഭക്തി, പ്രാർത്ഥനാ ചൈതന്യം, ഇതൊക്കെ അമ്മയുടെ വിമല ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, എൻ്റെ വിമല ഹൃദയം നിങ്ങൾ പ്രതിഷ്ഠിക്കുക എന്നതുപോലെ യൗസേപ്പിതാവിൻ്റെ ശക്തമായ കരത്തിൽ ഇത് നിറവായി നിൽക്കുകയാണ്. വിവേകം, വിവേകം പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചറിയുക. ഈ കാലഘട്ടത്തിൽ അത് അമ്മച്ചിമാർ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുകയാണ്. വിവേകത്തോടെ, ജ്ഞാനത്തോടെ കണ്ടറിയേണ്ട ഒരു കാര്യം, അത് പരിശുദ്ധ അമ്മയുടെ
അടക്ക ഒതുക്കവും ശാലീനതയും വസ്ത്രധാരണ രീതിയുമാണ്. പ്രിയമുള്ളവരെ, വിവേകമുണ്ടെങ്കിൽ മാത്രമേ എന്നെ തിരിച്ചറിയുവാനും എൻ്റെ ഓരോ നടപ്പും എടുപ്പും സംസാരവും വാക്കൊക്കെ വിവേകപരമായി ആണോ എന്ന് തിരിച്ചറിയാനും കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, ഒരു ജോഡി വസ്ത്രം, അത് ആൺകുട്ടികളായിക്കൊള്ളട്ടെ പെൺകുട്ടികളായിക്കൊള്ളട്ടെ, ഒരു ജോഡി വസ്ത്രം ധരിക്കുമ്പോൾ ഈ വസ്ത്രധാരണം ചുറ്റുപാടുകളിൽ എത്രമാത്രം തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഏറ്റവും അധികം വിദ്വേഷത്തോടെ കാണുന്ന ഉതപ്പെന്ന അവസ്ഥ. ഉതപ്പ് കൊടുക്കുന്നത് ആരോ? അവൻ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിലെറിയപ്പെടണം. അതേ പ്രിയമുള്ളവരെ, ഉതപ്പ് കൊടുക്കാൻ ഞാൻ കാരണമാകുന്നുണ്ടോ? മറ്റുള്ളവരെ പാപത്തിൽ വീഴ്ത്തുന്ന ദൃശ്യശ്രാവ്യ തലങ്ങളിൽ ഞാൻ പങ്കാളിയാണോ എന്ന് പറഞ്ഞാൽ എൻ്റെ നോട്ടം, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ നടപ്പ്, ഇവിടെയൊക്കെ മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കുന്ന സാക്ഷ്യമാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ കഷ്ടമെന്നാ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നിരിക്കുന്ന ജ്ഞാനം ഉപയോഗിച്ച്, വിവേകം ഉപയോഗിച്ച്, നമുക്കറിയാം ആധുനിക മാധ്യമങ്ങൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, മാധ്യമങ്ങളെല്ലാം നല്ലതാണ്, നന്മയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നും ഉണർവായതാണ്. അപ്പോൾ നമ്മൾ വാട്സാപ്പ്, ഫേസ്ബുക്ക്, നമ്മൾ ഇൻ്റർനെറ്റ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ വിവേകത്തോടെ, ഇതൊന്നും പാപമൊന്നുമല്ല, മറിച്ച് ഇത് വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. നമുക്കറിയാമല്ലോ, ഇന്ന് എത്രയും പോസിറ്റീവായ കാര്യങ്ങളായി മാധ്യമങ്ങളോട് ചെയ്യുന്നുണ്ട്. അതെ, ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നന്മയുടെ പ്രതിഫലനങ്ങളായി മാറ്റപ്പെടണം. അതിനൊരു പരിധി വരെ നമുക്കറിയാമല്ലോ, ഷാലോം ടി വിയുടെ മധ്യസ്ഥൻ, ഇതിപ്പോൾ ഷാലോം ആയതുകൊണ്ട് പറയുന്നതല്ല, ഷാലോം ടി വിയുടെ മധ്യസ്ഥൻ ഈ അപ്പനെ ഭരമേൽപ്പിച്ചു. അപ്പൻ കർത്താവിൻ്റെ ആ കൃപ വാങ്ങിത്തന്ന് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതേ പ്രിയമുള്ളവരെ, മാധ്യമങ്ങൾ, റേഡിയോ ആയിക്കൊള്ളട്ടെ, പ്രസിദ്ധീകരണങ്ങളായിക്കൊള്ളട്ടെ, അതിലൂടെയെല്ലാം ദൈവം എന്തു മനസ്സാകുന്നു അത് പങ്കുവെക്കുക. ദൈവം നടത്തും, ദൈവം വളർത്തും, ദൈവം അനുഗ്രഹിക്കും. എങ്ങനെ? ഈ യൗസേപ്പ് പിതാവിലൂടെയും മാതാവിലൂടെയും എന്ന് പറഞ്ഞാൽ, ദൈവം തൻ്റെ പുത്രനെ ഈ അപ്പനും അമ്മയും വളർത്തണമെന്ന് മനസ്സായതുപോലെ നമ്മളോടും മനസ്സാവുക. എങ്ങനെ? മോനെ മോളെ, ഈ അപ്പനെയും അമ്മയെയും വിധേയപ്പെട്ട് ജീവിക്കുക. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, എന്ത്? ഈശോ അവിടെ നിന്ന് പുറപ്പെട്ട്, ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ഈ യൗസേപ്പ് പിതാവിനും മാതാവിനും വിധേയരായി ജീവിക്കുമ്പോൾ നമ്മൾ ഈ വിവേകം, വിനയം, വിശുദ്ധി, ജ്ഞാനം ഇതൊക്കെ നിറയുന്ന മക്കളായി വളരും. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിനോട് വലിയൊരു ആസക്തി അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഉള്ളത് സ്വാഭാവികമായി മനുഷ്യപ്രകൃതിയിൽ ആസക്തിപരമായ നോട്ടങ്ങളും ചലനങ്ങളും പാവാവസ്ഥകളൊക്കെ ഉണ്ട്. എന്നാൽ ഈ അപ്പനും അമ്മയും നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം ക്രമേണ ഒരു വിടുതൽ നമുക്ക് ലഭ്യമാണ്. അവർ ചേർത്ത് പിടിക്കും, ഈശോയിലേക്ക് കൊണ്ടുചെല്ലും. ഈശോ എന്ന സമഗ്ര വിമോചകൻ നമുക്ക് യഥാർത്ഥ വിടുതൽ നൽകും. തൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നമ്മളെ വിശുദ്ധീകരിക്കും. അപ്പോൾ ഈശോയിൽ നിന്ന് അകന്നു പോകാതെ ഈ അപ്പനും അമ്മയും നമ്മളെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് ഈശോ, മറിയം, യൗസേപ്പെ എന്ന സുഹൃത ജപം നമ്മൾ കരുതിയിരിക്കുന്നത് അത് മരിക്കാൻ നേരത്തെ ചൊല്ലി കൊടുക്കുന്ന ഒരു ചൊല്ലൽ കൊടുക്കുന്ന ജപമാണെന്നാണ് ഓർക്കുന്നത്. അല്ല പ്രിയമുള്ളവരെ, അത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടോ, അപ്പോഴൊക്കെ കൃപയുടെ വലിയ നിറവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് ആ നിർദ്ധരിയായത് ഒഴുകും, കൃപ ഒഴുകിക്കൊണ്ടിരിക്കും. ഈശോ, മറിയം, യൗസേപ്പെ, ഞങ്ങളുടെ ആത്മാവിന് കൂട്ടായിരിക്കണേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണേ. വിനയത്തിൽ, വിശുദ്ധിയിൽ, എളിമയിൽ നമ്മൾ വളർത്തപ്പെടും പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ മറിയം ത്രേസ്യാമ്മയും വിശുദ്ധിയാകാൻ പോകുമല്ലേ. അതെ, മറിയം ത്രേസ്യാമ്മ തിരുക്കുടുംബത്തിൽ ചേർത്ത് വെച്ചു. അതുകൊണ്ട് ഈ തിരുക്കുടുംബ ആചരണമൊക്കെ, ഭക്തിയൊക്കെ, ഈ വണക്കമാസ ആചരണത്തിനൊക്കെ ഈ സഭാ പാരമ്പര്യങ്ങൾക്ക് അതിൻ്റെതായ മൂല്യമുണ്ട്, അർത്ഥമുണ്ട്. അപ്പോൾ ദൈവം പോലും മനസ്സാകുന്നു, ദൈവപുത്രൻ പോലും മനസ്സാകുന്നു ഈ അപ്പനും അമ്മയ്ക്കും വിധേയപ്പെട്ട് ജീവിക്കുവാൻ. അതുകൊണ്ട് വിധേയത്വത്തിന് വലിയ അർത്ഥമുണ്ട്, ആഴമുണ്ട്, വിലയുണ്ട്, മൂല്യമുണ്ട്. നമുക്കറിയാം, സഭാപ്രസംഗൻ 10-ാം അധ്യായം 4-ാം വാക്യം, വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും.
വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും. നമുക്കറിയാമല്ലോ, അധികാരികൾക്ക് വിധേയപ്പെടുക, അധികാരികൾ പറയുന്ന അനുസരിക്കുക, ഇതൊക്കെ ഒരു വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായത്. ഏത് അധികാര തലമായിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ, അവരെ ദൈവം തന്നിരിക്കുന്ന അധികാരിയാണ് തിരിച്ചറിഞ്ഞ് വിധേയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ പെയ്തിറങ്ങും. അതുകൊണ്ടാണ് ദൈവത്തിന് ഈ യൗസേപ്പിന് ഇത്ര ഇഷ്ടം. ജോസഫ് എന്ന പേരിനെ പോലും ദൈവം സ്നേഹിക്കുന്നു എന്നാ തിരിച്ചറിയേണ്ടത്. എന്താ? ഒരു 3 ജോസഫിനെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, പൂർവ്വ യൗസേപ്പ്. പാപം ചെയ്യാനൊക്കെ ഇടയുണ്ടായിട്ടും ജോസഫ് പാപം ചെയ്തില്ല. പൊത്തിഫറിന്റെ ഭാര്യയുടെ അടുത്തിൽ നിന്ന് ഓടിപ്പോവുക ചെയ്തത്. അവനെ സഹോദരങ്ങൾ പൊട്ടക്കല്ലിലിട്ടു. ജോസഫിന് പരാതിയില്ലായിരുന്നു, പരിഭവമില്ലായിരുന്നു. അതെ, ആ ജോസഫിലൂടെയും രക്ഷാകര ചരിത്രം കടന്നു വരികയാണ്. അതിലൂടെയും അതിൻ്റെ ആ രക്ഷാകര ചരിത്രങ്ങളുടെ നീക്കങ്ങളിൽ ഈ പൂർവ്വ യൗസേപ്പും ഉണ്ടല്ലോ. അതെ, ജോസഫ്, പൂർവ്വ യൗസേപ്പ്. പിന്നെ കാണുന്നത് തച്ചനായ യൗസേപ്പ്. ആ ഈശോ ഈ തച്ചനിലൂടെ വളർത്തപ്പെട്ടു. ഈശോ മരിച്ചു കഴിഞ്ഞും ദൈവം മറ്റൊരു ജോസഫിൻ്റെ കയ്യിലാണ് ഈശോയെ കൊടുത്തത്. ആയതാ? അരിമത്തൈക്കാരൻ ജോസഫ്. കണ്ടോ? ഈശോയുടെ മൃതദേഹം അവിടുന്ന് ഏറ്റുവാങ്ങുകയാണ്. അപ്പോൾ ഈ ജോസഫിൽ തന്നെ ഈശോയെ കൊടുക്കാൻ ഒരു പ്രത്യേകത ദൈവത്തിനുള്ളതായി തോന്നുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ അപ്പൻ്റെ മടിത്തട്ടിൽ നമുക്ക് വണയാം, അപ്പനോട് സ്നേഹിക്കാം. ഒരു പക്ഷേ നമുക്കൊക്കെ മാനുഷിക പ്രവൃത്തിയിൽ ഒരുപാട് വിട്ടൊഴിയാത്ത ചില ദുശീലങ്ങൾ, ദുഷ്തഴക്കങ്ങൾ, പ്രലോഭനങ്ങൾ, ചില തലങ്ങളോടുള്ള ആസക്തികൾ. ഈ അപ്പനോടൊന്ന് പറഞ്ഞേ, അപ്പ, യോസേപ്പ് പിതാവേ, അങ്ങയെപ്പോലെ കണ്ടില്ലേ, നമ്മളെ ആ മറിയത്തെ ഭാര്യയായി അവൾ സ്വീകരിച്ചു. എന്നാൽ നാസർ വ്രതക്കാരനായ ആ അപ്പൻ യഥാർത്ഥമായ വിരക്തി എന്ന പുണ്യം, ദൈവം എന്ത് മനസ്സായോ അത് നിവർത്തിക്കുവാൻ അപ്പനും മനസ്സാവുകയാണ് യോസേപ്പ് പിതാവ്. അതുകൊണ്ട് വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമാണെന്ന് സഭാപ്രസംഗൻ പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ വിധേയപ്പെട്ട് ജീവിക്കുക, അത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതം 3:8, മകനെ, നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്രേ. അപ്പം മാതാപിതാക്കളെ ആദരിക്കുക, സ്നേഹിക്കുക, അതിന് വലിയ വിലയുണ്ട്, അതിനർത്ഥമുണ്ട്, ആഴമുണ്ട്. ദൈവം കൃപയൊഴുക്കും. ഇനിയോ നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 3:8, പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ കണ്ണീര് വാങ്ങിയ കുറേ ജീവിതങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി അപ്പനെയും അമ്മയും ധിക്കരിക്കുന്ന ജീവിതങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇന്ന്. കുറെ വളർന്നു കഴിയുമ്പോൾ പിന്നെ അപ്പൻ വേണ്ട, അമ്മ വേണ്ട, കൂടപ്പുറപ്പുകൾ വേണ്ട എന്ന് പറയുന്ന താൻ പോരിമ. അതെ, അപ്പനെയും അമ്മയെയും ദുഃഖിരിക്കുകയാണോ? അതെ, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ കണ്ണുനീര് ആ കുടുംബത്തിൽ പെയ്തിറങ്ങും, അതൊരു വിസ്ഫോടനമായി മാറും. ഇതാ വചനം പറയുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ ഈ മാതാപിതാക്കന്മാരെ വിധേയപ്പെട്ട് ജീവിക്കുവാൻ തക്ക വിധമായി യോസേപ്പും മേരിയും ഈശോയെ വളർത്തിയത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 7:29, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക, നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പ്രിയമുള്ളവരെ, അതുകൊണ്ട് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ദൈവം പറഞ്ഞല്ലോ, നിനക്ക് ഞാൻ തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിച്ചിരിക്കുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രിയമുള്ളവരെ, ഈ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ഒരു 3 തലം നമ്മളൊന്ന് ധ്യാനിക്കണം. പിതാവെന്ന് പറയുമ്പോൾ ഒരു 3 പിതാവിനെ. ഒന്ന് ദൈവപിതാവ്, ദൈവപിതാവ്. 2 നമുക്ക് ജന്മം നൽകിയ പിതാവ്. 3ാമത്തെ പിതാവ് ആരാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. 1 പിതാവായ ദൈവം,
2 നമുക്ക് ജന്മം നൽകിയ ദൈവം. 3ാമത്തെ പിതാവ് ആരാണെന്ന് ഞാനിവിടെ ഒരു പ്രാർത്ഥന വായിക്കും, നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക. പ്രാർത്ഥന ഇങ്ങനെയാണ്: കുംഭസാരത്തിനുള്ള ജപം. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപയോഹന്നാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ. ഇവിടെ നമ്മൾ ഈ വിശുദ്ധരുടെ ഒക്കെ മാധ്യസ്ഥം തേടിയിട്ട് പിതാവേ അങ്ങയോടും, പിതാവേ അങ്ങയോടും ആരോട് പറയുന്നത്? പ്രിയമുള്ളവരെ, കുംഭസാരക്കൂട്ടിൽ ദൈവം ഇരുത്തിയിരിക്കുന്ന ഈശോയുടെ പ്രതിപുരുഷൻ വൈദികൻ. വൈദികനെ നമ്മൾ വിളിക്കുന്ന വിശേഷണമാണ് പിതാവേ അങ്ങയോടും. അങ്ങനെയെങ്കിൽ 3 പിതാക്കന്മാരെ ഞാൻ ആദരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുമെന്ന് പറയുമ്പോൾ 3 പിതാക്കന്മാരെ: പിതാവായ ദൈവം, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അപ്പൻ, ഒപ്പം എൻ്റെ വൈദികൻ. കാരണം ആത്മീയമായി എന്നെ ജനിപ്പിച്ചത് എൻ്റെ വൈദികനാണ് മാമോദിസായിലൂടെ. പ്രിയമുള്ളവരെ, ഈ 3 അപ്പന്മാരെ ദൈവത്തിൻ്റെ നടത്തിപ്പിലുള്ള അപ്പന്മാരാ അത്. ഈ 3 പിതാവിനെ ബഹുമാനിക്കുന്ന പറയുമ്പോൾ ഈ 3 അപ്പന്മാരെ ഞാൻ ആദരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഇനി അമ്മയിലേക്ക് കടന്നു വരാം. ഒരു 3 അമ്മമാരും ഉണ്ട്. ഒന്ന് പരിശുദ്ധ കന്യാമറിയം, ഇതാ നിന്റെ അമ്മ, ഈശോ പറഞ്ഞ. 2ാമത് എന്നെ പെറ്റ എൻ്റെ അമ്മ. 3 തിരുസഭ എന്ന അമ്മ. ഇതിനോടൊപ്പം പ്രായാധിക്യമുള്ളവരെയും നമ്മുടെ അമ്മായിയപ്പൻ, അമ്മായിയമ്മ, ഇവരൊക്കെ ഇതിൽ ഘടകം കേട്ടോ അവരെല്ലാം ഉൾക്കൊള്ളണം നമ്മൾ. ഇനി അപ്പോൾ ഈ 3 അമ്മമാർ: 1 പരിശുദ്ധ കന്യാമറിയം, 2 ഇതാ എനിക്ക് ജന്മം നൽകിയ അമ്മ, 3 തിരുസഭ. തിരുസഭ. അപ്പോൾ ഈ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ 3 തലങ്ങളും ഞാൻ എൻ്റെ ബന്ധം കൃത്യതയിലൂടെയാണോ, വ്യക്തതയിലൂടെയാണോ, പൂർണ്ണതയിലൂടെയാണെന്ന് ശോധന ചെയ്യുക. ഇല്ല എങ്കിൽ ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കും, ദൈവത്തെ സ്നേഹിക്കുകയില്ല, വൈദികരെ സ്നേഹിക്കുക, അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ ആനുകാലിക കാലഘട്ടങ്ങൾ ദുഷ്ടാരൂപി നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം തിന്മയുടെ വിത്ത് വിതച്ചിട്ട് സഭയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളും ഇല്ലാത്തതോ ഉള്ളതൊക്കെ ആകട്ടെ, എന്തൊക്കെ ആയിക്കൊള്ളട്ടെ, അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇതിനെ പർവ്വതീകരിച്ച് കാണിച്ചിട്ട് സഭയെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്ത ചില വ്യക്തികൾ ഇന്ന് ചാനൽ ചർച്ചകൾ നടത്തി അതിനു മുമ്പിൽ പോയിരുന്ന് ഞാനും നിങ്ങളും ഇരുന്നിട്ട് സഭ അങ്ങനെയാണ്, സഭ ഇങ്ങനെയാണ്, വൈദികൻ അങ്ങനെയാണ്, മെത്രാൻ ഇങ്ങനെയാണെന്ന് വിധിയെടുന്ന വിധിവാചകം തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. ആർക്കാ യോഗ്യത വിധിക്കാൻ? മറ്റൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ആദിമ സഭ മുതൽ ഇങ്ങോട്ട് സഭയിൽ ഏറ്റക്കുറിച്ചിലുകളും പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ മീഡിയ വളർന്നുകൊണ്ട് തെരുതെരെങ്കിലും കിട്ടുന്നു. എന്നിട്ടോ വലിയ ആദർശമൊക്കെ പറഞ്ഞുകൊണ്ട് പള്ളിയോടോ വിശ്വാസമോ പ്രാർത്ഥനയോ ഒന്നുമില്ലാത്തവർ വലിയ പ്ലാക്കാർഡും പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു. തിരിച്ചറിയണം പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയായ ഞാൻ എന്താ എളിമയുണ്ടായി ചെയ്യേണ്ടതെന്നറിയാമോ? എൻ്റെ അപ്പൻ, എൻ്റെ വൈദികൻ, എനിക്ക് കുംഭസാരം വഴി, എനിക്ക് കുർബാന വഴി, കൂദാശകൾ വഴി എന്നെ പരിപോഷിപ്പിക്കുന്ന എൻ്റെ വൈദികൻ. ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ അവസാന നിമിഷം എൻ്റെ കുഴിമാടത്തെങ്കിൽ, നമ്മുടെ കുഴിമാടത്തെങ്കിൽ വന്നു നിന്ന് അവസാന ക്രിയകൾ നടത്തേണ്ട വൈദികൻ. അതേ പ്രിയമുള്ളവരെ, വീടും നാടും വിട്ട് തിരുസഭയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട എൻ്റെ വൈദികന് വേണ്ടി, എൻ്റെ സന്യസ്തയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കിക്കേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ സംശയമില്ല, നീയും ഞാനും അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബവും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. അതേ പ്രിയമുള്ളവരെ,
മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ദീർഘായുസ് കിട്ടും. അതെ, പിതാവായ ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളും ആദരിക്കുക, സ്നേഹിക്കുക, അവിടുത്തെ ആരാധിക്കുക, പൂജിക്കുക ദൈവത്തെ. ഇനി എനിക്ക് ജന്മം നൽകിയ അപ്പൻ ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടാവാം, ജീവിച്ചിരിക്കുന്നുണ്ടാവാം. പ്രിയമുള്ളവരെ, ആ നെഞ്ചം, ആ ചങ്ക് നൊമ്പരപ്പെടാൻ ഇടയാകരുത്. എൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ബ്ലോക്കായി. 3, എനിക്ക് ദൈവം തന്ന എൻ്റെ അപ്പൻ, എൻ്റെ വൈദികൻ, എൻ്റെ ഇടവ വൈദികൻ. കുറവുകളുണ്ട് പ്രിയമുള്ളവരെ, ഉണ്ടെന്നേ, കുറവുകളുണ്ട്. ആർക്കാ കുറവുകളില്ലാത്തത്? ആർക്കാ കുറവുകളില്ലാത്തത്? തിരിച്ചറിയാം. എൻ്റെ വൈദികന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, എൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ എൻ്റെ വൈദികൻ്റെ കൈവയ്പ് വാങ്ങിയാൽ എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറി. അതുകൊണ്ട് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, ഒരു വൈദികനും ഒരു മാലാഖയും വന്നാൽ ആദ്യം ഞാൻ മുട്ടുകുത്തി വൈദികൻ്റെ പാദങ്ങൾ ചുംബിക്കും, അവൻ്റെ കരങ്ങളിലാണല്ലോ ദൈവം ഇറങ്ങി വരുന്നത്. അതേ പ്രിയമുള്ളവരെ, എത്ര കുറവോ എത്രയോ ബലഹീനതയുണ്ടെങ്കിലും വൈദികൻ വൈദികനാ, അപ്പൻ അപ്പനാ. അതുകൊണ്ട് ഞാൻ എളിമയോടെ തിരിച്ചറിയേണ്ട സത്യം എന്താ? എൻ്റെ കർത്താവേ, എൻ്റെ അച്ഛന്, എൻ്റെ സിസ്റ്ററിന് ഒക്കെ എവിടെയെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് കർത്താവേ, ഞാൻ സ്നേഹിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. അവരില്ലെങ്കിൽ ഞാനില്ല. കാരണം ഇന്ന് ഇവിടെ നിന്ന് ഇത് പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുവാൻ എനിക്ക് കെൽപ്പ് കിട്ടുന്നത് ഈ ദിവ്യകാരുണ്യ സ്നേഹമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിധേയപ്പെടുവാൻ യൗസേപ്പ് പിതാവ് പഠിപ്പിച്ചു. അവനും വിധേയപ്പെട്ടു ദൈവത്തിന്. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. കണ്ടോ എന്ന് പറഞ്ഞാൽ, യൗസേപ്പ് പിതാവ് പിതാവായി ദൈവത്തെ ബഹുമാനിച്ചു, ആദരിച്ചു. ആ മോൻ യൗസേപ്പ് പിതാവിനെ ആദരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ മക്കൾ, ആരോടും പരാതി വേണ്ട, പരിഭവം വേണ്ട. പ്രതികൂലതകൾ വരുമ്പോൾ, ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലൊക്കെ വരുമ്പോൾ തളരും വേണ്ട. പ്രിയമുള്ളവരെ, യൗസേപ്പ് പിതാവ് നല്ല പാലകൻ. ഒറ്റക്കാരും കൂടി ചിന്തയ്ക്ക് തരുന്ന ഞാൻ നിർത്തുകയാണ്. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് തിരുനാളിൽ, ഈ തിരുനാളിൽ നമുക്ക് ചിന്തിക്കണം. അതെ, ഈ പണിശാലയിൽ അപ്പൻ ഉളിയെടുത്തു, ചുറ്റികയെടുത്തു, കൊട്ടുവടിയെടുത്തു, മരം അറുത്തു മുറിച്ചു, ആണിയടിച്ചു. കുഞ്ഞുനാൾ മുതലേ ഈ ഈശോ ഇതൊക്കെ കണ്ടാ വളർന്നത്. ഈ പണിശാലയിൽ എങ്ങനെ കൊട്ടുവടി, ചുറ്റിക, തടി, മരം ഇതൊക്കെ മുറിച്ചു, ആണിയടിച്ചു. അങ്ങനെ ഈ മരപ്പണിശാലയിൽ ഈ അപ്പനോട് ചേർന്നിരുന്ന ഈശോ ഒരു കാര്യം പഠിച്ചു, കുരിശ് എന്ന പാഠം. അതുകൊണ്ട് പിന്നീട് കുരിശെടുക്കേണ്ടി വന്നപ്പോൾ ഈശോ തളർന്നില്ല, പതറിയില്ല. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ സാധാരണ ജീവിതങ്ങളിൽ നിന്ദനങ്ങളുണ്ടാകാം, പരിഹാസങ്ങളുണ്ടാകാം, ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവർ വിധിച്ചേക്കാം, നമ്മളെ വില കുറഞ്ഞ് കണ്ടേക്കാം. ഓ അവനല്ലേ, ഓ അവനൊക്കെ എന്നതാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായേക്കാം. വെറുതെ കുറ്റം പറഞ്ഞ് നമ്മളെ തളർത്തിയേക്കാം. തളരരുത്. കാരണം ഈ മോൻ, യേശോ എന്ന മോൻ, ഈ അപ്പൻ്റെ കുരിശിൻ്റെ പാഠം പഠിച്ചു ഈ പണിശാലയിൽ. അതുകൊണ്ട് യൗസേപ്പ് പിതാവ് നമ്മളെ യാഥാർത്ഥ്യങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ പഠിച്ചു മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതവും വിജയമായി മാറും, അനുഗ്രഹമായി മാറും, സ്വർഗോന്മുഖമായി മാറും. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ തിരുനാളിന്, യൗസേപ്പ് പിതാവിൻ്റെ ഈ പുണ്യദിനത്തിൽ അപ്പനെ മുറുകെ പിടിക്കാം. അങ്ങനെ സഭയെ സ്നേഹിച്ചുകൊണ്ട് തിരുസഭയുടെ പാലകനായ അപ്പനോട് ചേർന്ന് നമുക്ക് മുന്നേറാം. അങ്ങനെ വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ഇടവകയ്ക്കും രൂപതയ്ക്കും ദേശത്തിനും കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും തിരുസഭയ്ക്കും അനുഗ്രഹങ്ങളായി മാറി, ലോകത്തിൻ്റെ ദീപമായി ഭൂമിയുടെ ഉപ്പായി മാറി നമുക്ക് മുന്നേറാം. നമുക്കും സ്വപ്നം കാണാം. സ്വപ്നത്തിലൂടെ ദൈവിക വെളിപാടുകൾ സ്വീകരിക്കാം. അതെ, സ്വപ്നത്തിലൂടെയും അല്ലാതെയും കിട്ടുന്ന ദൈവവചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ തിരിച്ചറിഞ്ഞ് ജ്ഞാനത്തോടെ മുന്നേറി ദൈവരാജ്യ സാക്ഷികളായി മുന്നേറാൻ ഈശോ നമ്മളെ വിളിക്കുന്നു. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. യൗസേപ്പ് പിതാവ് നമ്മളെ ചേർത്ത് പിടിക്കട്ടെ. ആമേൻ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനം ഈകിടുവാൻ നരനായി വന്നു പിറന്നവനേ,
മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, പരിശുദ്ധൻ 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 കർത്താവേ, പരിശുദ്ധൻ മിശിഹാ കർത്താവേ. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾക്കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനാഥ, സകല സ്വർഗീയ ദൂതവൃന്ദഗണങ്ങളോട് ചേർന്ന് ഞങ്ങളങ്ങേക്ക് ആരാധന അർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും പ്രത്യേകമായി തിരുസഭയുടെ പാലകൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ, നന്മരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കന്യാവത്കരുടെ കാവൽക്കാരൻ, അതെ, ആ സ്നേഹദാതനായ യോസേപ്പ് പിതാവിനോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ് കർത്താവേ. ഈ വത്സല പിതാവിൻ്റെ സ്നേഹമധ്യസ്ഥം വഴി അങ്ങയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ ഈശോ ഇന്ന് സകല കുടുംബങ്ങളെയും സമർപ്പിക്കുകയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുകയും ഒരിക്കൽ കൂടി നാഥ, അവിടുത്തെ കരുണാർദ്ര സ്നേഹം ചൊരിയണമേ. പ്രത്യേകിച്ച് എല്ലാ ബാലകൗമാര യൗവനങ്ങളെ സമർപ്പിക്കുകയാണ് ഈശോ. അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ, ഞങ്ങളുടെ ബാല കൗമാര യൗവനങ്ങൾ വിശുദ്ധിയിലും ജ്ഞാനത്തിലും എളിമയിലും അനുസരണത്തിലും പ്രാർത്ഥനയിലും വളരുവാൻ ഇടയാക്കണമേ കർത്താവേ. അനേക ജീവിതങ്ങൾ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളുടെ അനുസരണമില്ലാത്ത വഴികളിൽ എന്ന് പറഞ്ഞാൽ ഈശോ, അനേക ജീവിതങ്ങൾ മക്കളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു. വഴിവിട്ട ജീവിതങ്ങൾ കഴിക്കുന്ന പല യുവത്വങ്ങൾ മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റ് ആധുനിക മാധ്യമതലങ്ങളിലൊക്കെ തിന്മയുടെ വഴിച്ചാലുകൾ കെട്ടിക്കിടക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അവിടുത്തെ കരുണ ചൊരിയണമേ. അങ്ങ് നന്മയിൽ വളർന്നതുപോലെ, അങ്ങ് നീതിയിൽ വളർന്നതുപോലെ നന്മ നിറഞ്ഞ പരിശുദ്ധ അമ്മ അങ്ങയെ നന്മയുടെ പാതയിൽ വളർത്തിയല്ലോ. നീതിമാനായ ഈ അപ്പൻ അങ്ങയെ നന്മയുടെ പാതയിൽ നീതിയിൽ വളർത്തിയല്ലോ. അങ്ങനെ ഞങ്ങളും വളരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളും ബാലകൗമാര യൗവനങ്ങളെ വളർന്നു മുന്നേറുവാൻ
ഈശോ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ കൃപ ചൊരിയണമേ. അങ്ങ് സക്കേവൂസിന്റെ ഭവനത്തിൽ കടന്നു വന്നു, പത്രോസിന്റെ ഭവനത്തിൽ അങ്ങ് കടന്നു വന്നു, ബഥാനിയായിൽ ലാസറിന്റെ ഭവനത്തിലും കടന്നു വന്നു. അതേ കർത്താവേ, അങ്ങനെയെങ്കിൽ ഞങ്ങളും അങ്ങയെ വിളിക്കുന്നു. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ. ഹാ, എൻ ഹൃദയം തേടിടും സ്നേഹമേ. വ്യക്തിപരമായി പ്രിയമുള്ള സ്നേഹസോദരങ്ങളെ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമുക്കേവർക്കും ഈശോയെ വിളിക്കാം. എന്നെ വിളിക്കുക, ഞാൻ ഉത്തരമരുളും. അവിടുന്ന് അരുളി ചെയ്തു. അന്ധനായ ബർത്തിമേയോസ് വിളിച്ച് അപേക്ഷിച്ചില്ലേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. മിണ്ടാതിരിക്കടാ എന്ന് കൂടെയുള്ളവർ പറഞ്ഞു. എന്നാൽ അതിനെ അവഗണിച്ചുകൊണ്ട് അവൻ ശബ്ദമുയർത്തി. അവന് ബോധ്യമുണ്ടായിരുന്നു, ഈ രക്ഷകനായ എൻ്റെ ദൈവം, എൻ്റെ യേശു എനിക്ക് കാഴ്ച തരുവാൻ കെൽപ്പുള്ളവനാണ്, എനിക്ക് കാഴ്ച തരുവാൻ കെൽപ്പുള്ളവനാണ്, മതിയായവനാണ് എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ യേശു, എൻ്റെ രക്ഷകൻ. അങ്ങനെയെങ്കിൽ അതേ ഈശോ തന്നെ ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മുൻപിൽ ഈശോയെ വിളിക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണാൽ അവനെ കാണാം, അവനെ കേൾക്കാം. ആ ഈശോയെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക് നമുക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു പാടാം. ഹൃദയം ആരാധനയിൽ നിറയട്ടെ, മുഴുകട്ടെ. ഈശോ, അങ്ങേ ഞാൻ, അങ്ങേ ഞങ്ങൾ ഇതാ വിളിക്കുന്നു. വരണേ കർത്താവേ, ഞങ്ങളുടെ വിളി കേൾക്കണേ കർത്താവേ. അങ്ങ് ഞങ്ങളെ അവിടുത്തെ സ്നേഹത്താൽ നിറച്ച്, സൗഖ്യത്താൽ നിറച്ച്, കരുണയാൽ നിറച്ച് വഴി നടത്തണേ. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ. ഈശോ, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ പൂക്കൾക്ക് പ്രഭയില്ലാതായി മാറുന്നു, തേനിന് മധുരമില്ലാതായി മാറുന്നു. കാരണം അങ്ങാണ് പ്രഭ, അങ്ങാണ് മാധുര്യം. അങ്ങേ തിരുഹൃദയം, മാധുര്യം നിറഞ്ഞ ആ ഹൃദയം, ആ തിരുഹൃദയ സ്നേഹം, ആ ദിവ്യകാരുണ്യ സ്നേഹം ഓരോ ഹൃദയങ്ങളിലേക്കും ചൊരിയണേ നാഥ. പൂക്കൾക്കില്ല പ്രഭ, തേൻ മധുരമല്ല, നീ വരുമ്പോഴൻ ആനന്ദം വർണ്ണ്യമല്ല. വാവാ യേശുനാഥ, പൂക്കൾക്കില്ല പ്രഭ, തേൻ മധുരമല്ല, നീ വരുമ്പോഴും ആനന്ദം വർണ്ണ്യമല്ല. വാവാ യേശുനാഥ, ചേർന്ന് പാടാം. വാവാ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ. ഈശോയെ, അങ്ങേ എൻ്റെ നാഥനും രക്ഷകനുമായി ഞാൻ ഏറ്റുപറയുന്നു. ഏത് പ്രതികൂലതകളിലും
ഏത് സഹന വഴികളിലും ഒറ്റപ്പെടുന്ന അവസ്ഥകളിലും നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ്റെ ജീവനും സ്നേഹവുമേ. വാ വാ യേശുനാഥ, അങ്ങനിലേക്ക് വാ. എൻ്റെ കുടുംബത്തിലേക്ക് എണ്ണ പറ്റിയ വിളക്ക് പോലെ ഇതാ ശുഷ്കമായ എൻ്റെ ജീവിതത്തിൻ്റെ പിളറുകളിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ പിളറുകളിലേക്ക് വരണേ, കടന്നു വരണേ കർത്താവേ. നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ. വാ വാ യേശുനാഥ, നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ. വാ വാ യേശുനാഥ. ആരാധന 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 യേശുവേ ആരാധന. ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കർത്താവ് അരുളി ചെയ്യുന്നു. യെശയ്യായുടെ പുസ്തകം 41 അധ്യായം 10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതെ, ദൈവത്തിൻ്റെ വാക്കുകളാത്, ദൈവത്തിൻ്റെ വചനമാത്. എൻ്റെയും നിൻ്റെയും അവസ്ഥ ഏതായിരുന്നാലും പരാതി വേണ്ട, പരിഭവം വേണ്ട. ജീവൻ നൽകുന്ന ദൈവം, ഞാൻ വന്നിരിക്കും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളി ചെയ്ത ഈ ദിവ്യരക്ഷകൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുക. ആ ദൈവം നമ്മോട് പറയുന്നത് എന്താ? ഈ ഈരടി കേൾക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്താരാട്ട്, ദൈവത്തിൻ്റെ സ്നേഹവചസ്സുകൾ ഈരടികളായി നമുക്ക് ശ്രവിക്കാം. ആ ഗാനത്തോട് ചേർന്ന് ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി ചേർത്ത് പിടിച്ച് അവിടെ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ദൈവം പറയുന്നു, നീ സംഭ്രമിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ കൂടെയുണ്ട് നിന്റെ. കാലപ്രവാഹത്തിൻ മുമ്പേ തന്നെ നിന്നെ അറിയുന്നു ഞാൻ.
എന്നും സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകളെ, ഞാനാണ് നിന്റെ ദൈവം. കാലപ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകളേ, ഞാനാണ് നിന്റെ ദൈവം. കർത്താവ് നമ്മോട് പറയുന്നു, സംഭ്രമിക്കേണ്ട, നീ തളരേണ്ട, പതറേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ലല്ലോ. കർത്താവേ, ഇതാ ഞാൻ അങ്ങെന്നോട് പറയുക, അങ്ങ് അരുളി ചെയ്താലും ദാസനെ ദാസ് ശ്രവിക്കുന്നു. ഇതാ കർത്താവ് നമ്മോട് പറയുന്നു, ഒരു കുഞ്ഞിനെപ്പോൾ നിന്നെ താലോലിച്ചു, എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ സംരക്ഷിച്ചു. ഞാൻ നിനക്കായെന്നും ശാന്തിയേകാം, നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്നും വാസമാക്കാം. പിച്ചവച്ചു നടന്ന എൻ പൂങ്കുരുന്നേ, നിന്നെ മാറോടു ചേർത്തു ഞാനും വച്ചു. പാപാന്ധകാരം നീക്കിയെന്നും നിന്നെ ഞാൻ ജീവന്റെ പാതയിലേക്കാനയിക്കാം. ഇതാ കർത്താവ് നമ്മോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ ആ കർത്താവിനോട് ചേർന്ന് എൻ്റെ ജീവിത ദൗത്യം പൂർത്തീകരിക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. കൃപ കർത്താവ് നമുക്ക് തരുന്നു. ഈശോ നമ്മളെ ആശീർവദിക്കുകയാണ്, അവിടുത്തെ കൃപയാൽ നിറയ്ക്കുകയാണ്. നമ്മുടെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. അവിടുത്തെ വചനത്തിൽ വിശ്വസിച്ച് കൂദാശ ജീവിതം ആഴപ്പെടുത്തി നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.